ശ്രീ എ സജീവൻ, ഇത് കോൺഗ്രസ്സിന് മാത്രമല്ല ലീഗിന് ഒരു വിഷയമല്ലാതായി മാറുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഏറ്റവും അത്ഭുതമുണ്ടാക്കുന്ന കാര്യം. കോൺഗ്രസ്സിന് ഒരു വിഷയമല്ലാതെ പോകുന്നതും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇതൊരു വിഷയമല്ലാതെ വരുന്നതും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ലാതാകുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആദ്യം കോൺഗ്രസിൻ്റെ കാര്യം, പിന്നെ ലീഗിൻ്റെ കാര്യം താങ്കൾ എങ്ങനെ വിലയിരുത്തും? അല്ല, ഗതികേട് എന്നൊരു വാക്ക് മലയാളത്തിലുണ്ടല്ലോ. സത്യത്തിൽ കോൺഗ്രസ് ഒരു ഗതികെട്ട ഒരവസ്ഥയിലാണ്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. ഈ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെ രാമജന്മഭൂമിയുടെ ഈ പ്രാണപ്രതിഷ്ഠാ സമയത്ത് കോൺഗ്രസ് ഇതേപോലെ ഗതികെട്ടൊരവസ്ഥയിലായിരുന്നു. ഉത്തരേന്ത്യയിലെ പല നേതാക്കന്മാരും പരസ്യമായിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ആളുകൾ, ക്ഷേത്രമുണ്ടാവാനുള്ള കാരണക്കാർ ഞങ്ങളാണ് എന്ന് പരസ്യമായി പറഞ്ഞ കാര്യം നമുക്കറിയാം. ആ കമൽനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഹനുമാൻ ചാലീസ ചൊല്ലിയിട്ടുള്ള കമൽനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതേ സമയത്ത് ഈ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ന്യൂനപക്ഷത്തിന് വിരുദ്ധമായിട്ട് നിലപാടെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊന്നും അങ്ങനെയല്ല പറഞ്ഞത് ഒരു ഉരുണ്ട് കളിക്കേണ്ടി വരുന്നത്. അത് കോൺഗ്രസിൻ്റെ ഒരു വ്യക്തമായ നിലപാട്, ദേശീയ തലത്തിൽ ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് പലപ്പോഴും പറ്റാതായി പോകുന്നത്. അവർ ഓരോ വിഷയത്തിൽ, രാഷ്ട്രീയമായാലും സാമുദായികമായാലും ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ അവർക്ക് കഴിയില്ല. അതിപ്പോൾ മാത്രമല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗതികേടിലേക്ക് വന്നത്. നെഹ്റു ആയിരുന്നു ഇത്തരത്തിലുള്ള അഴകുഴമ്പൻ നിലപാടെടുക്കുന്ന ആളുകളെ ഒരിക്കൽ പോലും തലയ്ക്ക് മുകളിൽ പോകാൻ അനുവദിക്കാതെ ചവിട്ടി നിർത്തിയിരുന്നത്, അടക്കി നിർത്തിയിരുന്നത്. ഒപ്പം ഉണ്ടാവുന്ന ഇപ്പോൾ ലീഗിനെ പണ്ട് ചത്ത കുതിരാന്ന് നെഹ്റു വിളിച്ചത് വേറൊന്നും കൊണ്ടല്ല, സാമുദായികമായിട്ടുള്ള കാര്യങ്ങളിൽ നെഹ്റു എടുത്ത നിലപാട് വളരെ കൃത്യമായിരുന്നു. അന്നും ഇതേ നിലപാടുള്ള, കമൽനാഥിനെ പോലുള്ള നിലപാടുള്ള ഹിന്ദുത്വവാദികളായിട്ട് ധാരാളം ആളുകൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഉത്തരേന്ത്യയിൽ BJP അത് വെച്ചുകൊണ്ട് ഹിന്ദുത്വ നിലപാട് ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഇപ്പം നേരത്തെ വയനാടിൻ്റെ കാര്യം നേരത്തെ ലാല് പറഞ്ഞു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ കൊടി താഴ്ത്തേണ്ടി വന്നത്? അവരുടെ കൊടി താഴ്ത്തുന്നത് അവരുടെ കൊടി എന്ന് പറയുന്നത് ദേശീയ പതാകയുടെ ഏതാണ്ട് അതേ രൂപത്തിലുള്ളതാണല്ലോ. അതിൻ്റെ നടുവിലുള്ള അശോക ചക്രം മാത്രമുള്ള മാറ്റമുള്ളത്. എന്നിട്ട് അതുപോലും താഴ്ത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ലീഗിൻ്റെ കൊടി ഉയർത്തിയാൽ തങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ നഷ്ടം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടാണ്. ഇതേപോലെയാണ് CAA പറഞ്ഞാൽ അത് ഉത്തരേന്ത്യയിൽ പ്രശ്നമാകും. അവിടെ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് അംഗീകരിക്കുന്ന, അതാവശ്യമാണ്. അതായത് പാകിസ്ഥാനിൽ നിന്നൊക്കെയുള്ള മുസ്ലിം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാൻ ഏതെങ്കിലും, ബർമയിൽ നിന്നുൾപ്പെടെ, അതാണല്ലോ ഏറ്റവും, മ്യാൻമർ എന്നുള്ള ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾ വരുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഇവർ എതിർക്കുന്നത്. അതൊക്കെ വരാൻ പാടില്ല. അതിനൊറ്റ കാരണങ്ങൾ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ ഇവിടെ വരാൻ പാടില്ല എന്ന നിലപാടെടുക്കുന്ന കോൺഗ്രസ്സുകാർ ഉത്തരേന്ത്യയിൽ നല്ലൊരു ശതമാനവും ഉണ്ട്. അവരെ പിണക്കിക്കൊണ്ട് ഈ BJPയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നറിയാം. അതുകൊണ്ട് അവിടെ ഒരു നിലപാടെടുക്കണം. ഇവിടെ പക്ഷേ മറിച്ചൊരു നിലപാട്. അപ്പോൾ ലീഗിൻ്റെ കൊടി താഴ്ത്തിയ പോലെ CAA എന്ന വാക്ക് അവിടെ താഴ്ത്തി പിടിക്കുന്നു. എന്നിട്ട് പറയുന്നു 8-ാം പേജിൽ എല്ലാം ഉണ്ട് എന്നുള്ള കാര്യം. 8-ാം പേജിലെ കാര്യം ഇപ്പോൾ നേരത്തെ ആർട്ടിക്കിൾ 14 കുറിച്ച് പറഞ്ഞു. അവിടെ 14-ാം അനുച്ഛേദം എന്ന് പറയുന്നത് ലാല് പറഞ്ഞിട്ട് അവരെ പേഴ്സൺ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി അതും പോട്ടെ, അതിപ്പോൾ ഇന്ത്യയിലേക്ക് വിസ, നേരത്തെ ലാല് പറഞ്ഞ പോലെ വിസ ഉൾപ്പെടെയുള്ള വിസയോട് കൂടിയിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് പോലും തുല്യ നീതി കൊടുക്കണം, അവരൊന്നും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ള രീതിയിലാണ്. ഇവിടെ അതല്ല, ഇവിടെ പൗരത്വം കൊടുക്കലാണ്. അതുപോലെ 14-ൽ പോലും ഉൾപ്പെടാത്ത രൂപത്തിലുള്ള ഒരു പുതിയൊരു സംഭവമാണ് അവർ കൊണ്ടുവരുന്നത്. ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരോടും ഞങ്ങൾ ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കുന്നില്ലല്ലോ എന്ന് BJPക്കാർ തുടക്കം മുതൽ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇവിടെയുള്ള മുസ്ലിങ്ങളോട് ആരോടും പുറത്തു പോകാൻ പറയുന്നില്ലല്ലോ, ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് മുഴുവൻ പൗരത്വമുണ്ടല്ലോ, അതാരും നിഷേധിക്കുന്നില്ലല്ലോ എന്നുള്ള അവരുടെ ശക്തമായ വാദമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ, ഇത്തരം ചർച്ചകളിൽ, മാധ്യമങ്ങളിൽ നടത്തുന്ന പ്രസ്താവനകളിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതല്ല, CAA എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന രാജ്യങ്ങൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ അതിൽ ഇന്ന മതക്കാർക്ക് മാത്രം ഇവിടേക്ക് വരാം, ഒരു മതക്കാരന് മാത്രം പാടില്ല. ഇത് മതപീഡനം സഹിക്കാൻ മനസ്സിലാക്കാം.
പക്ഷേ ഇത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് അവരുടെ പ്രകടന പത്രികയിൽ മറ്റെല്ലാ നിയമങ്ങളും ബി ജെ പി ഉണ്ടാക്കിയത് റദ്ദാക്കുമെന്ന് പറയുമ്പോഴും ഈ കാര്യം റദ്ദാക്കുമെന്നൊരു വാക്ക് പറയാത്തത്, പൗരത്വ ഭേദഗതി നിയമത്തെ സ്പെസിഫിക്കായി പ്രകടന പത്രികയിൽ പറയാത്തത്, ഇപ്പോൾ ഇതാ വി ഡി സതീശൻ ആർട്ടിക്കിൾ 14 കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ ഇവിടെ ഇല്ല. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കള്ളം പറയുന്നത് കേരളത്തിൽ? അത് മനസ്സിലാക്കിയിട്ടും മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അതിനെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നത് എന്നതാണ് മനസ്സിലാകാത്തത് ശ്രീ സജീവൻ. തീർച്ചയായിട്ടും ഞാനതാണ് ലാല ആദ്യമേ പറഞ്ഞത്. ഗതികേട് എന്നൊരു അവസ്ഥയുണ്ടല്ലോ, ആ വാക്കുണ്ടല്ലോ, അതാണ് കോൺഗ്രസ്. മുസ്ലിം ലീഗിനും ഇപ്പോൾ അതാണ്. ഈ സമയത്ത് കോൺഗ്രസിനെ തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോയാൽ തങ്ങൾക്ക് നഷ്ടമാകുമെന്നുള്ള പ്രശ്നം. അവർക്ക് കുറേ പ്രശ്നങ്ങളിൽ വിരോധമുണ്ട്. കോൺഗ്രസ് നേരത്തെ എടുത്തിരുന്ന നിലപാടിനെക്കുറിച്ച് അവർക്ക് ഈ ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ, അത് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയുടെ സമയത്തുള്ള കാര്യത്തിലൊക്കെ കോൺഗ്രസ് എടുത്ത നിലപാടിനോട് ശക്തമായി വിയോജിപ്പുണ്ട്. പക്ഷേ അവരുടെ ഒരു തരത്തിലുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ നിലപാടെടുക്കും. അതും ഗതികേടിൻ്റെ പ്രശ്നമാണ്. സത്യത്തിൽ ലീഗ് കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ ഉത്തരേന്ത്യയിൽ നഷ്ടമുണ്ടാക്കും. ഞങ്ങൾ പിന്നെ പഴയ ഈ വയനാട്ടിലെ പച്ചക്കൊടി കണ്ടിട്ട് അവിടെ അമേഠിയിൽ പോലും തോറ്റുപോയ ഒരവസ്ഥയുണ്ടായെങ്കിൽ അത് ഇനി ആവർത്തിക്കാതിരിക്കാനാണ് കൊടി താഴ്ത്തിയത്. അതേപോലെയാണ് CAA പറയാതിരിക്കുന്നത്. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഒരുപക്ഷെ നിയമസഭയിലെ തിരഞ്ഞെടുപ്പാണെങ്കിൽ കേരളത്തിൽ അവർ CAA ഒക്കെ ആവർത്തിച്ച് എല്ലാ പേജിലും പറയും. പക്ഷേ ഇത് ദേശീയ തലത്തിൽ ഒറ്റ പ്രകടന പത്രികയിലേ പറ്റുള്ളൂ. ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ പ്രകടന പത്രിക പറ്റുമായിരുന്നുവെങ്കിൽ അതിൽ ഈ കേരളത്തിൽ CAA ഒക്കെ വരുമായിരുന്നു. ദേശീയ തലത്തിലുള്ള പ്രകടന പത്രികയിൽ ഇത് ഉൾപ്പെടുത്തിയാൽ കോൺഗ്രസ്സിന് നഷ്ടമുണ്ടാകും.